ജനാധിപത്യ സംവിധാനത്തിലുള്ള വിശ്വാസ്യത ഇന്ത്യൻ യുവജനങ്ങൾക്ക് നഷ്ടമാകുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്ന ഈ ഒരു പോസ്റ്റ്. ഡെമോക്രസി ഒരു തമാശയാകുന്നു എന്നുള്ളതാണ്. നീറ്റ്, അതുപോലെ UGC, ഈ പരീക്ഷ പേപ്പറുകളിൽ കഴിഞ്ഞ 10 വർഷമായതിനപ്പുറമായി ക്രമക്കേടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു യുവതി വന്ന് മഷി കുടയണമെങ്കിൽ എന്തായിരിക്കണം ആ യുവതിയുടെ ഇന്റൻഷൻ? അതിൽ സംശയങ്ങളുണ്ട്. രാജ്യത്ത് വീണ്ടും നിരാഹാര സമരം ആരംഭിക്കുക, ഇനി പാർലമെന്റിന് മുന്നിലേക്ക് പ്രതിഷേധത്തെ കുറിച്ച് ഇവർ ആലോചിക്കുന്നു എന്ന് പറയുന്നു. രാജ്യത്തെ യുവജനങ്ങൾ എന്ന നിലയിൽ അവർ ശബ്ദം ഉയർത്തുമ്പോൾ ആ ശബ്ദത്തിന് കൂടുതൽ ഉയർച്ച നൽകുക രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ്. 7.5 കോടിയോളം പേരാണ് കഴിഞ്ഞ 10 വർഷത്തോളമായി വിദ്യാർത്ഥികൾ ഈ പരീക്ഷാ ക്രമക്കേടുകളിൽ പെട്ടുടഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇന്ത്യ ടുഡേയുടെ കണക്ക് പ്രകാരം 93 പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. വളരെ ഗൗരവതരമായ ഒരു വിഷയത്തെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായി അഡ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷം കോൺഗ്രസ് ഇങ്ങനെയല്ല ഈ ഒരു വിഷയത്തെ സമീപിക്കേണ്ടിയിരുന്നത്. ഫിജി, വേൾഡ് ലാർജസ്റ്റ് ഡെമോക്രസി ബിക്കമിങ് എ ജോക്ക്. അതായത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യം എന്നത് ഒരു തമാശയായി മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവെച്ച ഒരു ഫോട്ടോയാണ്. കുറച്ചു നേരമായിട്ടുള്ളൂ. ഇവർ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന ഒരു പേര്, ആ പേര് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ അതിക്രമങ്ങളാണ് ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യുവാക്കൾ ഒന്നടങ്കം സോഷ്യൽ മീഡിയയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ വാക്കുകൾ തരംഗമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നാൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം ഇതാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു വാചകം ഈ രാജ്യത്തെ യുവാക്കൾ, പുതുതലമുറ, ഭാവി തലമുറ, ഭാവിയുടെ വാഗ്ദാനങ്ങൾ ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്? ഏത് സാഹചര്യത്തിലാണ് BJPയേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് സോഷ്യൽ മീഡിയയിലുള്ള ഒരു പാർട്ടിയല്ല, ഒരു കൂട്ടായ്മയുടെ പേജിൽ ഇത്തരം ഒരു പോസ്റ്റർ പ്രചരിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അവർക്കത് നൽകേണ്ടി വരുന്നത്? ആ സാഹചര്യം എന്താ? ഇത് നമ്മളെപ്പോഴും അഭിമാനം കൊണ്ടിരുന്ന കാര്യമാണ്. ലോകത്തെ ഏറ്റവും ശക്തമായ വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ എന്നുള്ളത്. അതിന്മേലുള്ള വിശ്വാസ്യത, ആ ജനാധിപത്യ സംവിധാനത്തിലുള്ള വിശ്വാസ്യത ഇന്ത്യൻ യുവജനങ്ങൾക്ക് നഷ്ടമാകുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്ന ഈ ഒരു പോസ്റ്റ്. ഡെമോക്രസി ഒരു തമാശയാകുന്നു എന്നുള്ളതാണ്. നമ്മൾ അഭിമാനം കൊണ്ടിരുന്ന ഒരു കാര്യം, ലോകത്തിന് മുന്നിൽ നമ്മൾ എടുത്തു കാട്ടിയിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു തമാശ എന്ന് രാജ്യത്തെ യുവജനങ്ങൾ തന്നെ വിമർശിക്കുന്നത്. അപ്പോ തീർത്തും രാജ്യത്തെ യുവജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്, സംഘർഷത്തിലാണ്, ആത്മസംഘർഷത്തിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോ ചീഫ് ജസ്റ്റിസ് രാജ്യത്തെ യുവജനങ്ങളെ വിശേഷിപ്പിച്ചത് പാർട്ടി എന്നാണെങ്കിൽ, കേന്ദ്ര സർക്കാർ, കേന്ദ്ര ഭരണകൂടം ഒരുപക്ഷെ പുഴുക്കളെ പോലെയാണ് രാജ്യത്തെ യുവാക്കളെ കാണുന്നത്, യുവജനങ്ങളെ കാണുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയും ദിവസങ്ങളായി തുടർച്ചയായി ഈ പ്രതിഷേധങ്ങൾ, വളരെ സമാധാനപരമായുള്ള പ്രതിഷേധങ്ങൾ തുടരുമ്പോഴും അത് തിരിഞ്ഞു നോക്കാതെ, ഗൗനിക്കാതെ, അവരുടെ പ്രധാന ആവശ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാതെയുള്ള കാര്യങ്ങളിലേക്കാണ് കേന്ദ്ര സർക്കാർ പോകുന്നത്. ഗൗനിക്കുന്നു പോലുമില്ല. എന്താണ് പ്രധാനപ്പെട്ട ആവശ്യം? ധർമ്മേന്ദ്ര പ്രധാൻ, വിദ്യാഭ്യാസ മന്ത്രി, രാജിവെക്കുക എന്നുള്ളത്. ഒപ്പം ഈ രാജി എന്നത് മാത്രം, ഒരു വ്യക്തി, ഒരു മന്ത്രി രാജിവെക്കുക എന്നതിനപ്പുറം നമ്മൾ ഇത് കാണേണ്ടത് രാജ്യത്തെ വിദ്യാർത്ഥികളുടെ, യുവജനങ്ങളുടെ ഭാവിയാണ്. ഈ പരീക്ഷാ ക്രമക്കേടുകൾ അതുണ്ടാകരുത്, അല്ലെങ്കിൽ ഈ സംവിധാനത്തിലെ സുതാര്യതയാണ് അവർ ആവശ്യപ്പെടുന്നത്. രാജ്യത്തെ യുവജനങ്ങൾ തൊഴിലില്ലാതെ നടക്കുന്നു. അപ്പോൾ ഇതിന്റെ എല്ലാം ആകെ കൂട്ടാണ് ഈ ഒരു പ്രതിഷേധ സമരം എന്ന് നമുക്ക് പറയാം. ഇത് വർഷങ്ങളായി നീണ്ടുപോകുന്ന ആ ഒരു എരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് കത്തിക്കൊണ്ടിരുന്ന ഒരു തീയാണ് ഇപ്പോൾ പുറം ലോകത്തെ യുവജനങ്ങൾ ആളി കത്തിക്കുന്നത്. തീർച്ചയായും സമാധാനപരമായി നടക്കുന്നു. അത് രാഷ്ട്രീയ പാർട്ടികൾ ഈ സമരം കൂടുതൽ ഏറ്റെടുത്തിട്ടില്ല എങ്കിലും ഇപ്പോ സോനം വാങ്ചുക്, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്, പരിസ്ഥിതി പ്രവർത്തകനാണ്. അദ്ദേഹം അത് ആ വിദ്യാർത്ഥികളോടൊപ്പം, രാജ്യത്തെ യുവജനങ്ങളോടൊപ്പം ചേർന്ന് അദ്ദേഹം നിരാഹാര സമരം ഇപ്പോൾ 21 ദിവസം പിന്നിടുമ്പോൾ അദ്ദേഹം ക്ഷീണിതരായി അറസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ തുടർ നടപടികൾ സ്വീകരിക്കുകയാണ് പോലീസ്. അപ്പോ ഈ വിദ്യാർത്ഥികളെ ഒരു തരത്തിലും ഗൗനിക്കുന്നില്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്ന പ്രശ്നമില്ല. കേന്ദ്ര സർക്കാർ ഒരിക്കലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെടില്ല. കാരണം ഒഡീഷയിൽ നിന്നുള്ള നേതാവാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയ അടുത്ത സുഹൃത്താണ്, അടുത്ത ആളാണ്. അദ്ദേഹം ഒഡീഷയിൽ നിന്നുള്ള നേതാവാണ്. അവിടെ വലിയ വിജയം ഒരുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ രാജി ഒരിക്കലും കേന്ദ്ര സർക്കാർ
നടപ്പാക്കില്ല, ചെയ്യില്ല. മോദി അത് അനുവദിച്ചു കൊടുക്കുകയുമില്ല. ഒരുപക്ഷെ ധർമ്മേന്ദ്ര പ്രധാൻ ആഗ്രഹിച്ചാൽ പോലും ധർമ്മേന്ദ്ര അതെ ധർമ്മേന്ദ്ര പ്രധാൻ ഒരു ധർമ്മം നടപ്പാക്കുന്നു, അല്ലെങ്കിൽ ധർമ്മം നടക്കട്ടെ എന്ന് വിചാരിച്ച ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കാൻ തയ്യാറായെങ്കിൽ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനെ സംബന്ധിച്ചൊന്നും വരില്ല. കാരണം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇത് വലിയ ക്ഷീണമാണ്. ഇവർ വിചാരിച്ചിരുന്നത് ഇപ്പോൾ നീറ്റ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് എല്ലാം കെട്ടടങ്ങും എന്നാണ് വിചാരിച്ചിരുന്നത്. ഇപ്പോൾ എക്സാമിന്റെ റിസൾട്ടും വന്നു. പക്ഷെ ഈ ഒരു സമരജ്വാല എരിഞ്ഞു കത്തുകയാണ്. തീ ആളിക്കത്തുന്ന ഒരു സമീപനമാണ് ഇപ്പോഴും നമുക്ക് ഈ ജന്തർ മന്ദറിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഈ ഒരു സമര പരിപാടികൾ ഇത്തരത്തിൽ തന്നെ തുടരും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇനി രാഷ്ട്രീയ പാർട്ടികൾ ഇവരോട് ഏതു തരത്തിലുള്ള സമീപനം പുലർത്തുന്നു എന്നത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ്. ഇപ്പൊ ഇടത് പാർട്ടികളൊക്കെ ആദ്യം തന്നെ വളരെ പിന്തുണ പ്രഖ്യാപിച്ചു, അതുപോലെ നിലപാട് പ്രഖ്യാപിച്ചു. പക്ഷെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് ഇതിനോട് ഒരു അനുകൂല സമീപനം, അല്ലെങ്കിൽ ഇവരുടെ സമരത്തോട് അനുകൂല ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ വിഷയം ഏറ്റെടുത്തു. കോൺഗ്രസ് പാർട്ടി അതിൻ്റെതായ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാവിയാണ് കവർച്ച ചെയ്യുന്നത് എന്നുള്ള തരത്തിലുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന വന്നു. പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ രാജ്യവ്യാപകമായി ഒക്കെ നടന്നു. പക്ഷേ CJPയോട് ചേർന്ന് ഒരു പ്രതിഷേധത്തിന് ഇതുവരെ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ അവരുടെ രാഷ്ട്രീയ നിലപാടായിരിക്കാം CJP എന്നുള്ള കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള ഒരു വാലറ്റം വന്നതുകൊണ്ടായിരിക്കും എന്തായിരിക്കും ഇവരുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾ. ഒരുപക്ഷെ വ്യക്തമായ ധാരണയില്ലാത്തതുകൊണ്ടായിരിക്കാം എന്ന് ഞാനും വിചാരിക്കുകയാണ്. കാരണം ഒരു പാർട്ടി എന്ന നിലയിൽ ഇപ്പൊ ഒരു ഓൺലൈൻ പാർട്ടിയാണല്ലോ, അത് വേറൊരു രീതിയിലേക്ക് അത് ഫോം ചെയ്യപ്പെടുമോ എന്നുള്ള ചില സംശയങ്ങൾക്കൊണ്ടായിരിക്കാം. അപ്പൊ ഇതിൽ എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സോനം വാങ്ചുകിനെതിരെ നിർബന്ധിതമായ ഒരു നടപടി ഉണ്ടാകുന്നു. അദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് പോലീസ് അവിടുന്ന് കൊണ്ടുപോകുന്നു. കാരണം കോടതി വിധി നിലനിൽക്കുന്നുണ്ട്, കോടതി അതിനകത്ത് നിർണായക ഒരു ഇടപെടൽ നടത്തി. അപ്പോൾ ഇനിയും അത് കാണാതിരിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ഒരു ഇടപെടൽ നടത്തുമ്പോൾ തന്നെയും ഇന്ന് ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ കണ്ട ഒരു വാചകം എന്ന് പറയുന്നത്, ഈ സമയത്ത് ഈ ദൃശ്യങ്ങൾ പകർത്താതിരിക്കാൻ വേണ്ടി, മാധ്യമങ്ങൾ ഈ ദൃശ്യങ്ങൾ പകർത്താതിരിക്കാൻ വേണ്ടി ചില നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതുപോലെ അവിടെ കൂടി നിന്നിരുന്ന ജനങ്ങളെ ലാത്തിചാർജ് ചെയ്ത് നീക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ നടന്നു. അങ്ങനെ ബലം പ്രയോഗിച്ച് ഈ സമരത്തെ ഇല്ലാതാക്കാനുള്ള ചില ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടന്നു എന്നൊരു വേർഷൻ വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ അഭിജിത് ദീപ്കെ എന്ന് പറയുന്ന ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി, അദ്ദേഹത്തിന് നേരെ ഈ വിഷയത്തിന് ശേഷം അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കെ, പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കെ, ഒരു അജ്ഞാതയായ യുവതി അല്ലെങ്കിൽ ഒരു സ്ത്രീ അദ്ദേഹത്തിന് നേരെ കരിമഷി ഒഴിക്കുന്നു. ഒരു കറുത്ത മഷിക്കുപ്പി കൊണ്ട് മഷി മുഖത്തേക്ക് ഒഴിക്കുകയാണ്. ഈ പറയുന്ന CJPയുടെ അണികൾ പ്രകോപിതരായെങ്കിലും അഭിജിത് ദീപ്കെ അവരെ മാറ്റി നിർത്തുന്നു. പോലീസ് വരട്ടെ, നടപടി സ്വീകരിക്കരുതെന്ന് പറയുന്നു. പോലീസ് അവരെ കൊണ്ടുപോകുന്നു. അവരാരാണ് എന്താണെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാദം, BJP പണം കൊടുത്ത് ആളെ ഇറക്കി ഒരു വശത്ത് ഈ പറയുന്ന നേതാക്കളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതിനു മുമ്പും അഭിജിത്തിനെതിരെ ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, പോലീസിനെ ഉപയോഗിച്ച്, ഡൽഹി പോലീസ് എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന് കീഴിൽ നേരിട്ട് വരുന്ന അവരെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. അവിടെ കൂടിയിരുന്ന ആളുകൾക്കിടയിൽ ഭീതി വളർത്തി അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഭയപ്പെടുത്തി ഈ കൂട്ടായ്മയെ ഇല്ലാതാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. അല്ലാതെ അവർ അഡ്രസ് ചെയ്യുന്ന വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുമില്ല. ആ പ്രശ്നം പരിഹരിക്കാൻ ഏതെങ്കിലും തരത്തിൽ ഇനി അത്തരം വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഉയരുന്നൊരു പ്രധാനപ്പെട്ട വാദം. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇതിൽ കേന്ദ്ര സർക്കാർ വിജയിക്കും? ഇങ്ങനെയാണ് ഈ സമരത്തെ കൈകാര്യം ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നതെങ്കിൽ, അതായത് കോക്രോച്ച് ജനതാ പാർട്ടി ആരോപിക്കുന്നത് പോലെയാണ് BJP ഇവരെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ, അത് വിജയിക്കുമോ പരാജയപ്പെടുമോ? ഇതിപ്പോ ആദ്യം പറഞ്ഞ ആ ഒരു കാര്യത്തോട്, ഇപ്പോൾ അവിടെ ഇന്ന് നടന്ന മഷികൂടയിൽ സംഭവങ്ങൾ, അല്ലെങ്കിൽ പോലീസ് ലാത്തിചാർജിന് ശ്രമിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ, ഒരു പ്രതിഷേധം നടക്കുമ്പോൾ ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയെ സംബന്ധിച്ച് സമാധാനപരമായാണ് പ്രതിഷേധം തുടർന്നു വന്നിരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്, ഒരു പോലീസ് ഓഫീസറുടെ കാലിൽ പിടിച്ച് അപേക്ഷിക്കുന്ന അഭിജിത്തിന്റെ ഒരു ചിത്രം വളരെ ടച്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. കാരണം അത്തരത്തിലൊരു സമരമാർഗമാണ് അവർ സ്വീകരിക്കുന്നത്. ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നു, പ്രതിഷേധിക്കാൻ ഇപ്പോൾ എല്ലാവർക്കും അവകാശമുണ്ടല്ലോ. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഒരു മനോഹാരിത അതാണ്. പക്ഷെ അത് എങ്ങനെ ആ മനോഹാരിത ഇപ്പോൾ തെളിയുന്നു എന്നുള്ളതാണ് സംശയം. അപ്പോ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുമ്പോൾ പ്രകോപനം ഉണ്ടാക്കുക എന്നത് ചിലർ ലക്ഷ്യം വെച്ചേക്കാം. പ്രകോപനം കാരണം വിദ്യാർത്ഥികളാണ്, യുവാക്കളാണ്, വലിയൊരു ആൾക്കൂട്ടമാണ്.
അവിടെ പെട്ടെന്ന് ഒരു പോലീസ് നടപടി അല്ലെങ്കിൽ ഇത്തരത്തിൽ മഷികുടയിൽ നടക്കുന്നു. വിദ്യാർത്ഥികൾ യുവജനങ്ങൾ സ്വാഭാവികമായും പ്രകോപിതരാകാം. ഒരുപക്ഷെ അവിടെ എന്തെങ്കിലും ഏറ്റുമുട്ടലും സംഘർഷവും ഒക്കെ ഉണ്ടായാൽ കാര്യങ്ങൾ വഴിതിരിഞ്ഞു പോകും എന്നത് ഉറപ്പാണ്. അല്ലെങ്കിൽ ഇതാരാണ് അജ്ഞാതയായ ഒരു യുവതി വരുന്നു, ആര് നിയമിച്ചതാണ്, അല്ലെങ്കിൽ ആരാണ് അവരെ അസൈൻ ചെയ്തത് ഇതിന്, അല്ലെങ്കിൽ അവർ സ്വയം താല്പര്യമെടുത്ത് വന്നതാണോ, എന്താണ് അവർ ഈ പ്രതിഷേധത്തിന് കാരണം? അവരൊരു യുവതിയാണെങ്കിൽ രാജ്യത്തെ യുവജനതയെ കുറിച്ച് അവർക്ക് ആശങ്കയില്ലേ? അത്തരത്തിൽ ചിന്തിക്കാനല്ലേ കഴിയുള്ളൂ. ഇപ്പോ യുവജനങ്ങളുടെ അവരെന്താണ് യുവജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം? നീറ്റ്, അതുപോലെ UGC, ഈ പരീക്ഷ പേപ്പറുകളിൽ കഴിഞ്ഞ 10 വർഷമായതിനപ്പുറമായി ക്രമക്കേടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യുവജനങ്ങൾക്ക് തൊഴിലില്ല. ഇതൊക്കെ അഡ്രസ് ചെയ്ത് ഒരു സമരം നടത്തുമ്പോൾ ഒരു യുവതി വന്ന് മഷി കുടയണമെങ്കിൽ എന്തായിരിക്കണം ആ യുവതിയുടെ ഇന്റൻഷൻ? അതിൽ സംശയങ്ങളുണ്ട് എന്ന് മാത്രമേ ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഈ ഘട്ടത്തിൽ എനിക്ക് അങ്ങനെ അനുമാനിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പൊ ഞാൻ ഷുജി നേരത്തെ പറഞ്ഞൊരു കാര്യം, കേന്ദ്ര സർക്കാർ ഇതിനെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ യുവാക്കളുടെ ഒരു പരിച്ഛേദം എന്ന നിലയിലാണ് ഇവർ സമരം ചെയ്യുന്നത് തന്നെ നമുക്ക് പറയാം. കാരണം അത്രയധികം യുവാക്കളുടെ പിന്തുണ നേരിട്ടല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ എന്തായാലും ഉണ്ട്, ഒരു സംശയവും വേണ്ട. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ഘടകമല്ല എന്ന് ഒരിക്കലും BJPക്ക് പറയാൻ കഴിയില്ല. കാരണം സോഷ്യൽ മീഡിയയെ ഫലപ്രദമായി അധികാരത്തിൽ ഉപയോഗിച്ച ഒരു പാർട്ടിയാണ് BJP. അതുകൊണ്ട് സോഷ്യൽ മീഡിയ ശക്തി അംഗീകരിച്ചേ പറ്റൂ. അപ്പൊ അങ്ങനെ ഈ അവഗണന ഇവരെ അവഗണിക്കുന്നു. ഇപ്പൊ അഭിജിത്ത് വീണ്ടും നിരാഹാര സമരം ആരംഭിക്കുകയാണ്. ഇനി പാർലമെന്റിന് മുന്നിലേക്ക് പ്രതിഷേധത്തെക്കുറിച്ച് ഇവർ ആലോചിക്കുന്നു എന്ന് പറയുന്നു. അതേസമയം തന്നെ കർഷക സംഘടനകൾ ഇവരോട് ഐക്യപ്പെടാനുള്ള ഒരു തീരുമാനം വന്നതായി ചില വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് നമുക്കറിയാം, കർഷക സമരം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ, അതായത് മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഏതെങ്കിലും ഒരു നിയമം കൊണ്ടുവരാൻ ഇറങ്ങിത്തിരിച്ച് പരാജയപ്പെട്ട് ആ ബില്ല് കീറി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കർഷക നിയമമാണ്. അപ്പോൾ അത്രയും ശക്തമായ ഒരു ബാക്കപ്പ്, അല്ലെങ്കിൽ കർഷകർ ഉൾപ്പെടുന്ന ഒരു വലിയ സമൂഹം, പ്രതിപക്ഷം അവരെ മാറ്റി നിർത്തിയാൽ പോലും കർഷകരടങ്ങുന്ന, യുവാക്കളടങ്ങുന്ന, വിദ്യാർത്ഥികളടങ്ങുന്ന ഒരു വലിയ സമൂഹം ഈ സമരം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന തരത്തിലേക്ക് ഇത് മാറാനുള്ള സാധ്യതകളുണ്ടോ? എന്താണ് ഫിജിയുടെ ഒരു കണക്ക്? ഇത് ഒരു പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ ഇക്കാര്യത്തിൽ ഒന്ന് മടിച്ചു നിൽക്കുന്നു എന്ന് വേണം പറയാൻ. ഒന്നാമത് ഈ യുവാക്കൾ ഇങ്ങനെ ഒന്നിച്ചിറങ്ങി ഇതെന്താണ് സംഭവിക്കാൻ പോവുക? ഈ നീറ്റ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രമുള്ള ഒരു സമരമാണോ, അല്ലെങ്കിൽ ഇവരുടെ അതിനുശേഷമുള്ള നീക്കം എന്തായിരിക്കും? അതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കും. ഈ ഒരു അവരുടെ ആവശ്യം നടപ്പാക്കും. ഇപ്പൊ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്ന് വിചാരിക്കുക, എന്തായിരിക്കും CJP എടുക്കുന്ന അടുത്ത നിലപാട്? അവരുടെ മൂവ്മെന്റ്, ഒരു പ്രസ്ഥാനം ഇനി എങ്ങനെ മുന്നോട്ട് പോകും? അതൊരു രാഷ്ട്രീയ പാർട്ടിയായി ഫോം ചെയ്യുമോ എന്നൊക്കെയുള്ള ചില ആശങ്കകൾ ഉണ്ടാവാം. അത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ സംബന്ധിച്ചാൽ അത് സ്വാഭാവികം തന്നെയാണ്. കാരണം പല രാഷ്ട്രീയ പാർട്ടികളും വ്യത്യസ്ത ആശയ നിലപാടുകൾ തുടരുന്ന ഒരു പാർട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഒരു സംശയങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഒരു രാജ്യത്തെ യുവജനങ്ങൾ എന്ന നിലയിൽ അവർ ശബ്ദം ഉയർത്തുമ്പോൾ ആ ശബ്ദത്തിന് കൂടുതൽ ഉയർച്ച നൽകുക രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ് തീർച്ചയായും. കാരണം അവർ ഇപ്പോൾ ഉന്നയിക്കുന്ന വിഷയം ന്യായമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഉന്നയിക്കുന്ന വിഷയം നാളെ അവരെന്ത് ഉന്നയിക്കുന്നു എന്നുള്ളതല്ല, ഇപ്പോഴത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ വാങ്ചുക്ക്, നമുക്ക് അദ്ദേഹം പരിസ്ഥിതി പ്രവർത്തകനാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്, രാജ്യത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ യുവജനങ്ങളോടൊപ്പം സമരം ചെയ്യുകയാണ്. തീർച്ചയായും അദ്ദേഹം ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമല്ലോ. അല്ലെങ്കിൽ രാജ്യത്ത് എല്ലാവർക്കും അറിയാവുന്ന ഇപ്പോ എത്രയോ പേരാണ്, ഇപ്പോ 7.5 കോടിയോളം പേരാണ് കഴിഞ്ഞ 10 വർഷത്തോളമായി വിദ്യാർത്ഥികൾ ഈ പരീക്ഷാ ക്രമക്കേടുകളിൽ പെട്ടുടഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇന്ത്യ ടുഡേയുടെ കണക്ക് പ്രകാരം 93 പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഈ വർഷം മാത്രം 12-13 പേരോളം ആത്മഹത്യകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്ര ഗുരുതര ഒരു വിഷയമാണ്. കേവലം ഒരു പേപ്പർ ചോർച്ച മാത്രമല്ല അത്. ഈ കുട്ടികൾ തെരുവിലിറങ്ങിയത് ഈ മരിച്ച അല്ലെങ്കിൽ ജീവിതം ഹോമിക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങളുടെ ഒരു ആത്മാവിന് വേണ്ടിയിട്ട് കൂടിയായിരിക്കും. ഭാവി തലമുറയിലേക്ക് ഒരു നീതി കിട്ടാൻ വേണ്ടിയായിരിക്കും. ഇത്രയധികം മരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് രാജ്യത്ത് ഈ പരീക്ഷാ ക്രമക്കേടും ഒക്കെ. പല പരീക്ഷാ ക്രമക്കേടുകൾ ബന്ധിപ്പിച്ചാണ് ഞാൻ പറഞ്ഞത്, നീറ്റ് മാത്രമല്ല. അപ്പോ ഇതൊരു ഗുരുതര വിഷയം തന്നെയാണ്. എന്താണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്? ഈ പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുകൾ, സുതാര്യതയില്ല, അച്ചടക്കമില്ല, ക്രമക്കേട് നടക്കുന്നു. പരീക്ഷ ഒന്നാകെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അത് ചില സംഘങ്ങൾ പ്രവർത്തിക്കുന്നു. ഇപ്പൊ സംസ്ഥാന സർക്കാരുകൾ കേന്ദ്രീകരിച്ച് ചില അന്വേഷണങ്ങളും മറ്റുമൊക്കെ കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട്, അല്ലാത്ത തരത്തിൽ നടത്തുന്നുണ്ട്. ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ഇത് കാര്യമായ ഒരു അന്വേഷണം ഒരിടത്തേക്കും എത്തിയിട്ടില്ല എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കാൻ.
അതുകൊണ്ട് തന്നെ വളരെ ഗൗരവതരമായ ഒരു വിഷയത്തെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷം കോൺഗ്രസ് ഇങ്ങനെയല്ല ഈ ഒരു വിഷയത്തെ സമീപിക്കേണ്ടിയിരുന്നത് എന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ ഈ സമരം ചെയ്യുന്നവർക്കെതിരെ, അഭിജിത്ത് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഒരു ഗുരുതരമായ ചില ആരോപണങ്ങൾ BJP സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉയർത്തുന്നുണ്ട്. ഇവരെ രാജ്യത്തെ വെല്ലുവിളിക്കുന്നു, രാജ്യത്തിനെതിരായ സമരം നടത്തുന്നു, വിദേശ ഫണ്ടിങ് ഇവർക്ക് വരുന്നു, ഇവരെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ലോകത്തിന് മുന്നിൽ രാജ്യത്തെ ഉയർത്തി കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അലിഗേഷൻസ് ഇവർക്കെതിരെ ഈ BJP സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അവർ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ രീതിയിൽ ഇവരെ അടിച്ചൊതുക്കാനുള്ള, സോഷ്യൽ മീഡിയയിൽ അടിച്ചൊതുക്കാനുള്ള ഒരു നീക്കം മറുവശത്ത് നടക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ഭാവി എന്തായിരിക്കും? ഇത് ജനങ്ങൾ ഈ BJP പറയുന്ന ഇത്തരം പ്രചാരണങ്ങൾ വിശ്വസിക്കും എന്ന് കരുതാൻ പറ്റും? ഈ തുടക്കത്തിൽ അഭിജിത്ത് ദീപ് ഈ സമരത്തിന്, ഈ ഒരു ഓൺലൈൻ സമരത്തിന് കോക്രോച്ച് പാർട്ടിക്കൊക്കെ രൂപം നൽകുമ്പോൾ അദ്ദേഹം ഇവിടെ ആയിരുന്നില്ല, ഇന്ത്യയിലായിരുന്നില്ല, വിദേശത്തായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും സംശയങ്ങൾ വന്നു. ഇത് വിദേശത്തിരുന്ന് നേരത്തെ ആം ആദ്മി പാർട്ടിയുമായി ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആൾ കൂടിയാണ്. വിദേശത്തിരുന്ന് രാജ്യത്തെ യുവാക്കളെ പ്രകോപിപ്പിക്കാൻ നോക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ വന്നു. അഭിജിത്ത് നാട്ടിലേക്ക് എത്തി, രാജ്യത്തേക്ക് എത്തി നേരിട്ട് ഈ യുവാക്കൾക്ക്, യുവജനങ്ങൾക്ക് നേതൃത്വം നൽകുകയായിരുന്നു. ഈ സമരവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അതാണ് ചെയ്തത്. ഇപ്പോൾ വിദേശ ഫണ്ട് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മറ്റ് ഫണ്ട് ക്രമക്കേടോ അല്ലെങ്കിൽ മറ്റ് ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ രാജ്യത്ത് സംവിധാനങ്ങൾ ഉണ്ടല്ലോ ഇതൊക്കെ അന്വേഷിക്കാൻ. വിദേശ ഫണ്ടിങ് ലഭിക്കുന്നുണ്ടെങ്കിൽ സംവിധാനങ്ങൾ ഉണ്ടല്ലോ അന്വേഷിക്കാൻ. ഇതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലല്ലേ ഉള്ളത്. അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ഇന്റൻഷനിൽ എന്തെങ്കിലും മറ്റു താല്പര്യങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ അന്വേഷിക്കാമല്ലോ, ഇതൊക്കെ പുറത്തുവിടാമല്ലോ. ഒരു മാസമാകുന്നു ഈ സമരം തുടർന്നിട്ട്. അത്തരത്തിൽ ഗുരുതരമായ എന്തെങ്കിലും ആരോപണം CJPയെ കുറിച്ച് ഇതുവരെ പുറത്തുവിടാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഏത് തരത്തിലായിരിക്കും ഈ ഒരു സമരം മുന്നോട്ട് പോവുക എന്നത് ഇനിയും പ്രധാനമാണ്. കാരണം രാഷ്ട്രീയ പാർട്ടികൾ ഇതിന് പിന്തുണ നൽകുമോ എന്നുള്ളതുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്ന പ്രശ്നമില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഈ സമരത്തെ അനുനയിപ്പിക്കേണ്ടതും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ എന്തെങ്കിലും ചർച്ച നടത്തി, ഇതുവരെ ഈ CJPയുമായി നേരിട്ടൊരു ചർച്ചയ്ക്കൊന്നും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ചർച്ച നടത്തി എന്തെങ്കിലും അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കാം. അല്ലെങ്കിൽ ഇനി ഇത്തരത്തിൽ ഉണ്ടാകില്ല, അതിനുള്ള നടപടികൾ സ്വീകരിക്കും, സുതാര്യത ഉറപ്പുവരുത്തും എന്നുള്ള ചില വാഗ്ദാനങ്ങൾ നൽകി ഇവരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചേക്കാം. അങ്ങനെ അവർ ഒരുപക്ഷെ സമരത്തിൽ നിന്ന് പിന്മാറണം. അത് ആ പാർട്ടിയുടെ അല്ലെങ്കിൽ CJPയുടെ താല്പര്യം പോലെ ഇരിക്കും. അത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ രാജ്യത്തെ യുവാക്കൾ ഈ സമരത്തെ ഉറ്റുനോക്കുന്നുണ്ട് മറ്റൊരു വശത്ത്. അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ സജീവമായി ഇതിൽ ഇടപെട്ട് ഈ സമരത്തെ ഒന്നുകൂടി മുഖ്യധാരയിലേക്ക് എത്തിക്കണം, ഒരു വിഷയമായി കരുതണം. അങ്ങനെയാണെങ്കിൽ ഈ സമരം മുന്നോട്ട് പോകും. അല്ലാത്ത പക്ഷം CJP ഇതിനകത്ത് എടുക്കുന്ന നിലപാട് എന്താണോ, വിദ്യാർത്ഥികൾ എടുക്കുന്ന ഒരു നിലപാട് എന്താണോ, അതിനെ ആശ്രയിച്ചിരിക്കും ഈ ഒരു സമരം. ഇനി നമുക്കിപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയില്ല ഈ സമരം എങ്ങനെ മുന്നോട്ട് പോകും. പക്ഷെ എങ്കിലും ഞാൻ ചോദിക്കുന്നത്, ഈ സമരത്തെ അടിച്ചമർത്താനും അടിച്ചൊതുക്കാനും വെല്ലുവിളിക്കാനും ഒക്കെ പോകുന്നത് അത് BJPക്ക് ഒരു തിരിച്ചടിയായി മാറുമെന്നാണ്? ഇത്തരത്തിൽ ഇതൊരു രാജ്യം, നമ്മള് ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയ രാജ്യമാണല്ലോ. അപ്പോ അത്തരത്തിൽ ഗാന്ധിയൻ ധർമ്മം അല്ലെ, ഗാന്ധിയൻ സമരമാർഗങ്ങൾ ആണ് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നത്. സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അത്തരത്തിൽ ഉള്ളതാണ്. ഈ സമരം ചെയ്ത ഈ സോനം വാങ്ചുക്കിന്റെ പിതാവും ഇത്തരത്തിൽ വലിയൊരു സമരം നയിച്ച ആളാണ്, വാങ്ങിയാൽ. അദ്ദേഹം ലഡാക്കിൽ പട്ടികവർഗത്തിന് പരിഗണന നൽകണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്ത ഒരാളാണ് ലഡാക്കിൽ. അന്ന് 1984 അദ്ദേഹം സമരം ചെയ്യുമ്പോൾ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി നേരിട്ടെത്തി അദ്ദേഹത്തെ സമരപന്തലിൽ സന്ദർശിച്ചതാണ്. അങ്ങനെ ഒരു ചരിത്രം ഇതിന്റെ പിന്നാമ്പുറത്തുണ്ട്. ഈ വ്യക്തി വളരെ ചെറുപ്പത്തിൽ, അതായത് 23ാമത്തെ വയസ്സിൽ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വ്യക്തിയാണ് ഈ വാങ്ചുക്കിന്റെ പിതാവ്. അപ്പോ അത്തരത്തിലൊരു സമരം, അത് രാജ്യം അതിനെ അദ്ദേഹത്തെ ആദരിച്ചിട്ടുമുള്ളതാണ്. അത്തരത്തിലൊരു സാമൂഹിക പ്രവർത്തകനും പരിസ്ഥിതി പ്രവർത്തകനുമൊക്കെ ആണ് അദ്ദേഹത്തിന്റെ പിതാവ്. അപ്പോൾ അന്ന് ഇന്ദിരാഗാന്ധി ചെയ്തതുപോലെയുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. അത്തരത്തിൽ രാഷ്ട്രീയ കാലാവസ്ഥകൾ മാറിയിട്ടുണ്ടൊക്കെ ഉണ്ട്. നമുക്കറിയാം, ഒട്ടേറെ പാർട്ടികളുണ്ട്. BJPയുടെ ആധിപത്യം വന്നിട്ടുണ്ട്, ഭരണം മാറി, സർക്കാർ മാറി, ഒക്കെ മാറി. അപ്പോൾ ഇപ്പൊ രാഹുൽ ഗാന്ധി പോലും ആ സമരപന്തലിൽ എത്തുന്നില്ല, അവരെ കാണുന്നില്ല, സംസാരിക്കുന്നുള്ള ഒരു വിഷയം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതുകൂടെ പറഞ്ഞത്. കാരണം ഇന്ദിരാഗാന്ധി അന്ന് അദ്ദേഹത്തിന്റെ പിതാവിനോട് ആ ഒരു വിഷയത്തോടൊരു അനുകൂല സമീപനം സ്വീകരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ സമരം ചെയ്യുന്നത്.
ഇവിടെ സമരം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി, സുരക്ഷ ഇതൊക്കെ തന്നെ മുൻനിർത്തി ഇവിടുത്തെ ക്രമക്കേടുകൾ തടയുക, തൊഴില് സംസ്കാരം വളർത്തുക എന്നുള്ള ഉദ്ദേശം ഒക്കെ പരിഗണിച്ച് തന്നെയാണ് ഈ വാങ്ചുക്ക് ഈ കുട്ടികളോടൊപ്പം ചേർന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിനെ പരിഹരിക്കാതെ വെല്ലുവിളിച്ചും ആക്രമിച്ചുമൊക്കെ അവസാനിപ്പിക്കാമെന്ന് കരുതിയാൽ അത് മണ്ടത്തരമായി പോകും. ഇത് സമരം ഒരിക്കലും അടിച്ചൊതുക്കാൻ കഴിയില്ല. ഇതൊരു ഓൺലൈൻ കൂട്ടായ്മയാണ്. ഇപ്പോൾ അവരുടെ ബാൻ ചെയ്തിരുന്ന എല്ലാ പ്ലാറ്റ്ഫോംസും ആക്റ്റീവ് ആയിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിൽ ഇപ്പോൾ നേരത്തെ ഇത് സൂചിപ്പിച്ച പോലെ പോസ്റ്റേഴ്സും മറ്റും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് സംഘടിക്കാൻ വലിയ നേരമൊന്നും വേണ്ടി വരില്ല. അപ്പോ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തെ സംയമനത്തോടെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. അടിച്ചൊതുക്കി ഒരിക്കലും ഇത്തരം ഒരു സമരത്തെ അടിച്ചൊതുക്കി ഒന്നും വിജയം നേടാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല എന്നുള്ളതാണ്. അത് ശരിയായ രീതിയല്ല. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം.